ലാംഗ്വേജ് ബേസ്ഡ് ഡിസബിലിറ്റി, അതായത് ഒരു ഭാഷ ലേൺ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന വൈകല്യത്തെയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഡിസ്ലെക്സിയ എന്ന ടേം ആദ്യമായി കൊണ്ടുവന്നത് റഡോൾഫ് ബെർലിൻ ആണ്. തലച്ചോറിൻ്റെ സ്ട്രക്ചറിലും ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ഫങ്ഷനിലുള്ള ഡിഫറൻസ് ആണ് ഡിസ്ലെക്സിയയുടെ മെയിൻ കാരണം. ഇത്തരം കുട്ടികൾക്ക് പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്, അതായത് പല ബുദ്ധിമുട്ടുകളുമുണ്ട്. ഓറൽ ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പറയാം, ഇത്തരം കുട്ടികൾ സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ വൈകിയാണ്. അതുപോലെ തന്നെ ഇവർക്ക് ലെറ്റർ റെക്കഗ്നൈസേഷൻ ഡിഫിക്കൾട്ട് ആയിരിക്കും. ലെറ്റേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേർഡ്സ് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റില്ല. ഒബ്വിയസ്ലി അവർക്ക് ഗ്രാമർ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ബിഫോർ, ആഫ്റ്റർ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നീ ആസ്പെക്റ്റുകളിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. മറ്റൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് റീഡിങ് ഡിഫിക്കൽട്ടിയാണ്. റീഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. ലെറ്റേഴ്സിൻ്റെ സൗണ്ട്സ് റെക്കഗ്നൈസ് ചെയ്യുന്നത് തൊട്ട് ലോങ് വേർഡ്സിനെ വായിക്കാനും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. വേർഡ്സുകൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ് അവർ വായിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എഴുത്തിലാണ്. കൂടുതൽ കുട്ടികളും ലെറ്റേഴ്സ് റിവേഴ്സായും മിറർ റൈറ്റിംഗ് ആയാണ് ചെയ്യാറുള്ളത്. ഫ്രീക്വൻ്റ്ലി ഉണ്ടാവുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, വേർഡ്സ് പെട്ടെന്ന് തന്നെ റിട്രീവ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്നിവയൊക്കെ ഡിസ്ലെക്സിയയുടെ പ്രധാന ലക്ഷണങ്ങളിൽ പെട്ടതാണ്. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട ടീച്ചിങ് സ്ട്രാറ്റജീസിനെ കുറിച്ചൊന്ന് നോക്കാം. കുട്ടികൾക്ക് അവർക്ക് മാക്സിമം ലെവൽ ഓഫ് ലേണിങ്ങിന് വേണ്ടി ഏത് മെത്തേഡാണോ യൂസ്ഫുൾ ആവുന്നത് ആ മെത്തേഡ് അല്ലെങ്കിൽ ആ സ്റ്റൈല് ഡിസ്കവർ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മൾട്ടി സെൻസറി ആയിട്ടുള്ള മെത്തേഡ് ചൂസ് ചെയ്യാം. പിന്നെ ഡെമോൺസ്ട്രേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് മോർ പ്രാക്ടിക്കൽ വേയിൽ നമുക്ക് അവരിലോട്ട് കാര്യങ്ങൾ എത്തിക്കാം. വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ടീച്ചിങ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. അതിലുപരി ഹെൽപ്ഫുള്ളാണ് സെൻസറി ആയിട്ടുള്ള മെത്തേഡ്. അതുപോലെ തന്നെ ഹാൻഡ്സ് ഓൺ ലേണിംഗ് കൊടുത്തുകൊണ്ട് അവരുടെ മെമ്മറി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ അവർക്ക് വേണ്ടി കുറച്ച് ക്ലാസ് റൂം മോഡിഫിക്കേഷൻസ് നടത്താം. എന്തെന്നാൽ അവരുടെ ടാസ്ക് കംപ്ലീഷന് വേണ്ടി നമുക്ക് എക്സ്ട്രാ ടൈം കൊടുക്കാം, നോട്ട് ടേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാം, മോഡിഫൈഡ് ആയിട്ടുള്ള അസൈൻമെൻറ്റ്സ് നൽകാം. അതുപോലെ ഡെയിലി ഷെഡ്യൂളിനെ കുറിച്ചും ഗോളിനെ കുറിച്ചൊക്കെ ഒരു ഔട്ട്ലൈൻ നൽകാം. ഇത്തരത്തിൽ അവർക്ക് വേണ്ട ഒരു പോസിറ്റീവ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് ടെക്നോളജിയുടെ സപ്പോർട്ട് യൂസ് ചെയ്യലാണ്. അതായത് എങ്ങനെയൊക്കെ നമുക്ക് സപ്പോർട്ട് യൂസ് ചെയ്യാം. ലെക്ചർ നമുക്ക് റെക്കോർഡായി സേവ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ടാപ്ഡ് ആയിട്ടുള്ള ലെസൺസും ഡെമോൺസ്ട്രേഷൻസും ഉപയോഗിക്കാം. അതുപോലെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് എസ്എ ക്വസ്റ്റ്യൻസിന് പകരം MCQ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം. പിന്നെ അവർക്ക് റെസ്റ്റ് ടൈം, ബ്രേക്ക് ടൈം അധികം നൽകാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി നൽകിക്കൊണ്ട് അവരുടെ കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂട്ടാം. പിന്നെ ക്രിയേറ്റിവിറ്റി, ടാലൻറ്റ്സ് എൻകറേജ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ, അവരെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്ന വർക്കുകൾ നൽകുക. ഡിസ്ഗ്രാഫിയ, ലേണിംഗ് ഡിസബിലിറ്റി ദാറ്റ് അഫക്റ്റ് റൈറ്റിംഗ്. കുട്ടികളിൽ കണ്ടുവരുന്ന എഴുത്തുമായി ബന്ധപ്പെട്ട വൈകല്യത്തെയാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. പ്രധാനമായും മെസ്സി ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ്, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടാവുക, വാക്കുകളുടെ ഇടയിലുള്ള സ്പേസ് അത് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇത്തരം ലക്ഷണങ്ങളാണ് ഇത്തരം കുട്ടികൾ കാണിക്കാറുള്ളത്. ഇൻ്റലിജൻസിനെ എഫക്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഏർലി ഡിറ്റക്ഷനും കണ്ടിന്യൂസ് പ്രാക്ടീസും വഴി നമുക്ക് ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം. മെയിൻലി 4 ടൈപ്സ് ഓഫ് ഡിസ്ഗ്രാഫിയാണുള്ളത്. ഫോണോളജിക്കൽ ഡിസ്ഗ്രാഫിയ, സർഫസ് ഡിസ്ഗ്രാഫിയ, മിക്സഡ് ഡിസ്ഗ്രാഫിയ ആൻഡ് സെമാൻറ്റിക് ഡിസ്ഗ്രാഫിയ. ഫോണോളജിക്കൽ ഡിസ്ഗ്രാഫിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഫോണോളജിക്കൽ, അതായത് വേർഡ്സും ലെറ്റേഴ്സുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എഴുത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അതായത് ട്രബിൾ വൈൽ ദേ ആർ റൈറ്റിംഗ് അൺഫെമിലിയർ വേർഡ്സ്. അടുത്തതായിട്ടുള്ളത് സർഫസ് ഡിസ്ഗ്രാഫിയ. ഇതൊരു ഓർത്തോഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് വേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിസബിലിറ്റിയാണ്. അതായത് ഇത്തരം കുട്ടികൾ വേർഡ്സ് കേൾക്കുന്ന സമയത്ത് അവർക്കത് മനസ്സിലാവും, പക്ഷെ എഴുതി തുടങ്ങുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ലെറ്റേഴ്സ് ഏതാണെന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മലയാളത്തിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് 2 ഷാ ഉണ്ടല്ലോ, ഒന്ന് ഷായും ഒന്ന് ഷായും.
അപ്പോൾ ചില കുട്ടികളിൽ നമുക്ക് കാണാൻ പറ്റും അവർക്ക് ഷാ തുടങ്ങുന്ന വാക്കുകൾ എഴുതുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആവുക. അതായത് അവർക്ക് ഏത് ഷാ എഴുതണം എന്നുള്ള കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ. അതാണ് സർഫസ് ഡിസ്ഗ്രാഫിയ. മൂന്നാമതായുള്ളത് മിക്സ്ഡ് ഡിസ്ഗ്രാഫിയ. അതായത് അവർക്ക് വേർഡ്സ് എഴുതുന്ന സമയത്ത് ഒരു മിക്സിംഗ് അപ്പ് ഉണ്ടാവുക, സ്പെല്ലിങ് തെറ്റിപ്പോവുക. അതായത് ആദ്യം പറഞ്ഞ ഫോണോളജിക്കൽ ഡിസ്ഗ്രാഫിയയും സർഫസ് ഡിസ്ഗ്രാഫിയയും ഒന്നിച്ചു വരുന്നൊരവസ്ഥ. അതാണ് മിക്സ്ഡ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. അടുത്തതായുള്ളത് സെമാൻറ്റിക് ഡിസ്ഗ്രാഫിയ എന്നാണ്. ഇതൊരു ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതായത് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി വേർഡ്സിനെ കറക്റ്റായി അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ട്രബിൾ ഫോർ ഫോമിങ് എ കംപ്ലീറ്റ് ആൻഡ് എ മീനിങ് ഫുൾ ഫ്രേസ്. അപ്പോൾ ഇതാണ് 4 തരം ഡിസ്ഗ്രാഫിയ: ഫോണോളജിക്കൽ ഡിസ്ഗ്രാഫിയ, സർഫസ് ഡിസ്ഗ്രാഫിയ, മിക്സഡ് ഡിസ്ഗ്രാഫിയ ആൻഡ് സെമാൻറ്റിക് ഡിസ്ഗ്രാഫിയ. അടുത്തതായി നമുക്ക് സിംറ്റംസ് നോക്കാം. സിംറ്റംസ് എന്തൊക്കെയായിരിക്കുന്നത് വെച്ചാൽ അവർക്ക് മിക്സിംഗ് അപ്പ് ഓഫ് അപ്പർ ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ്. അപ്പർ കേസ് ലെറ്റർ ഏതാ ലോവർ കേസ് ലെറ്റർ ഏതാന്നുള്ളത് മനസ്സിലാവും, പക്ഷെ എഴുതി തുടങ്ങുന്ന സമയത്ത് അവർ മിക്സ് ആയിട്ട് എഴുതുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഇവർ എഴുതി തുടങ്ങുമ്പോൾ ലെറ്റേഴ്സിൻ്റെ വലിപ്പ വ്യത്യാസം ഉണ്ടാവും. ഇറഗുലർ ലെറ്റർ സൈസ് ആൻഡ് ഷേപ്പ്. നെക്സ്റ്റ് വൺ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അതായത് കൂടുതലായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. പിന്നെ അവർ സ്ലോ ആയിട്ടായിരിക്കും അവർ എഴുത്തുണ്ടാവുക. റൈറ്റിംഗ് സ്പീഡ് വളരെ സ്ലോ ആയിരിക്കും. പിന്നെ പറഞ്ഞുകൊണ്ട് എഴുതാൻ ശ്രമിക്കുക, എഴുതുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പിന്നെ വേർഡ്സുകൾ തമ്മിലുള്ള സ്പേസ് അറേഞ്ച് ചെയ്യാൻ പറ്റാതിരിക്കുക. ചില സമയത്ത് നല്ല വേർഡ്സുകൾ തമ്മിൽ നല്ല സ്പേസ് ഉണ്ടാവും, ചില സമയത്ത് സ്പേസ് കുറവായി അടുപ്പിച്ചെഴുതും. പിന്നെ അവർ പെൻസിൽ ഹോൾഡ് ചെയ്യുന്നത്, ഇരിക്കുന്ന പൊസിഷൻ, ഇതൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. നെക്സ്റ്റ് റോൾ ഓഫ് ദ ടീച്ചറാണ്. ഒരു ടീച്ചർക്ക് എത്രമാത്രം ഇത്തരം കുട്ടികളെ ഹെൽപ്പ് ചെയ്യാമെന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവരെ ഇരുത്തം, അവരുടെ പൊസിഷൻ നമുക്ക് പ്രോപ്പർ ആക്കാൻ പറ്റും. അവർ പെൻസിൽ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ, പെന്ന് ഹോൾഡ് ചെയ്യുന്നത്, പേപ്പർ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ, ഇതൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ടീച്ചർക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് അഡീഷണൽ സപ്പോർട്ട് നൽകുക, അഡീഷണൽ ടൈം നൽകുക. നോട്ട് ടേക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. പിന്നെ അവർക്ക് ടയേർഡാണ്, അവർ ക്ഷീണം തോന്നുന്ന സമയത്ത് ഹാൻഡ് എക്സസൈസ് നൽകിക്കൊണ്ട് അവർക്കൊരു ബ്രേക്ക് ടൈം കൊടുക്കാം. പിന്നെ സ്മോൾ സ്റ്റെപ്സിൽ റൈറ്റിംഗ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് മെൻ്റലി ഒരു സപ്പോർട്ട് കൂടി കിട്ടും. അതായത് എൻ്റെ ഹോംവർക്കുകൾ വേഗം തീരുന്നുണ്ടല്ലോ എന്നൊരു സമാധാനം. അതേ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് അവർക്ക് പ്രാക്ടീസ് കൊടുക്കാം. പിന്നെ വരുന്നത് സ്ലാൻഡഡ് റൈറ്റിംഗ് സർഫസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരെ ക്രിറ്റിസിസം, കമ്പാരിസൺ, ഇതൊക്കെ അവരിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അതവരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ കാരണമാവും. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടാൽ അത് അപ്രിഷ്യേറ്റ് ചെയ്യുക. സ്ലോ റൈറ്റിംഗ് ആയതിൻ്റെ പേരിൽ അവരെ വഴക്ക് പറയാതിരിക്കുക. മെയിനായിട്ടുള്ളത് നമ്മൾ പേഷ്യൻസും പോസിറ്റീവ് മെൻറ്റാലിറ്റിയാണ്. അത് അവരുടെ കൂടെ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ധൈര്യം, നമ്മൾ കൊടുക്കുന്ന ആ ഒരു കൂടുതൽ പ്രാക്ടീസ്, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള അവരൊരു പ്രാക്ടീസ്, അത് അവരിൽ വലിയൊരു ചേഞ്ചിന് കാരണമാവാം.